അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. കടങ്ങളില്ലാത്ത ആളുകൾ വളരെ അപൂർവമായിരിക്കും. അധികം ആളുകൾക്കും കടങ്ങൾ ഉണ്ടായേക്കാം. എന്നാലും കടങ്ങളില്ലാതെ ജീവിക്കാനാണ് നാം പരിശ്രമിക്കേണ്ടതും ശ്രമിക്കേണ്ടതും ആഗ്രഹിക്കേണ്ടതും. എന്നിരുന്നാലും ജീവിതത്തിൽ കടം എന്ന് പറയുന്നത് സ്വാഭാവികമാണ്. പലർക്കും കടങ്ങൾ ഉണ്ടായേക്കാം. ഇവിടെ നാം മനസ്സിലാക്കേണ്ട ഒരു യാഥാർത്ഥ്യം എന്താണെന്ന് വെച്ചാൽ, നാം ആർക്കാണോ കൊടുക്കാനുള്ളത് ആ കൊടുക്കാനുള്ള ആളുകൾക്ക് കൊടുക്കണം എന്നൊരു ബോധം നമുക്കുണ്ടായിരിക്കണം. ഞാൻ കടക്കാരനാണ്, ഇന്ന ആളുകൾക്ക് ഇത്രയും തുക ഞാൻ കൊടുക്കാനുണ്ട്, അത് കൊടുത്ത് എത്രയും പെട്ടെന്ന് അതിൽ നിന്ന് രക്ഷപ്പെടണം എന്നൊരു ബോധം, എന്ന ഒരു ആഗ്രഹം നമ്മുടെ മനസ്സിലുണ്ടായാൽ തീർച്ചയായും അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അതിനുള്ള വഴി നമുക്ക് കാണിച്ചു തരും. നേരെ മറിച്ച് നാം പലർക്കും കടം കൊടുക്കാനുണ്ടായേക്കാം, എന്നാലും കൊടുക്കണമെന്നൊരു ബോധമോ ആഗ്രഹമോ നമുക്കുണ്ടാവുകയില്ല. അങ്ങനെയാവുമ്പോൾ അവൻ വീണ്ടും വീണ്ടും കടത്തിൽ നിന്ന് രക്ഷപ്പെടാതെ വീണ്ടും കുടുസായ ജീവിതത്തിലൂടെ അവൻ നീങ്ങിക്കൊണ്ടേയിരിക്കും. അതുകൊണ്ട് തന്നെ ആർക്കാണെങ്കിലും കൊടുക്കാനുണ്ടെങ്കിൽ കൊടുക്കണം എന്ന ഒരു ആഗ്രഹവും ഒരു ബോധവും അവനിക്കുണ്ടായിരിക്കുക എന്ന് പറയുന്നത് അത്യാവശ്യമാണ്. തീർച്ചയായും അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ആ കടത്തിൽ നിന്ന് അവനെ രക്ഷപ്പെടുത്തുന്നതാണ്.